ഹായ് ഹലോ ഫാമിലീസ്. ഇതിനകത്ത് ഞാനിങ്ങനെ മുറിവും കത്രികയൊക്കെ പിടിച്ച് എന്തിനാ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, കുറച്ച് വിളവെടുപ്പുണ്ട്. അതാണ്. എല്ലാവർക്കും നമ്മുടെ കേതിന്റെ ഏതൻ തോട്ടത്തിന്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാരും എന്തൊക്കെയാ വിശേഷം? സുഖാണോ? കട്ടി ഇത് കണ്ടോ, ഇത് നമ്മുടെ സീഡ്ലെസ് നാരകമാണ് കേട്ടോ. എല്ലാവരും പറയും ഇത് അച്ചാറിടാൻ കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല, വെറുതെ ഒരു പാഴായി പോകത്തേ ഉള്ളൂ, എടുത്ത് പിഴുത് കളയാൻ പലരും പറഞ്ഞ. പക്ഷേ ഇത് ഞാൻ അച്ചാർ ഇട്ടിട്ടുകൊണ്ട് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? അതിന്റെ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അതിന്റെ രീതിക്ക് അച്ചാറിട്ടാൽ ഇതും നല്ല ടേസ്റ്റ് ആണ്. നമുക്കിതിനെ പറിച്ചെടുക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അങ്ങനെ നമുക്കിന്ന് 4 കിട്ടിയിട്ടുണ്ട്. ഇത് മതി നമുക്ക് ഒരാഴ്ചത്തേക്കല്ല, ഒരു മാസത്തേക്കുള്ള അച്ചാർ. ഇത് പിയർ ആപ്പിൾ അല്ലെങ്കിൽ പേര ആപ്പിൾ എന്ന് പറയും. ഇത് എന്താ വിളഞ്ഞിട്ടില്ല, പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് വിളഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും. അപ്പൊ ഇത് അമ്പഴമാണ് കേട്ടോ. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അച്ചാറിനുള്ളതുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതും പറിച്ചെടുക്കാം. ഒരു കൊലയും കൂടെ ഉണ്ട്, ഇതും കൂടെ എടുക്കാം. ഓക്കെ, ഇതൊക്കെ വിളഞ്ഞതാണ് കേട്ടോ. ഇത് അരി മൂത്തതാണ്. ഇത് നമുക്ക് അച്ചടനൊന്നും കൊള്ളില്ല. ഇത് നമുക്ക് പഴുത്ത് കഴിയുമ്പോൾ തിന്നാൻ ചില ആൾക്കാർ തിന്നും, ചിലർക്ക് തിന്നുന്ന ഇഷ്ടമല്ല, ചിലർക്ക് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത് കഴിയുമ്പോൾ ദാണ്ടേ ഇതേപോലെ ഇരിക്കും. ദാണ്ടേ കണ്ടില്ലേ, ഈ കളറായിട്ട് ഇരിക്കും പഴുത്ത് കഴിയുമ്പോൾ. ഇത് വലിയ പൊക്കത്തിലൊന്നുമല്ല, ഇത് ചെറിയ ടൈപ്പിലെ അമ്പഴമാണ് കേട്ടോ. നമ്മുടെ സാധാരണ പണ്ടുള്ള വീടുകളിലൊക്കെ വലിയ അമ്പഴം ഉണ്ടാവും. ഇത് ഇത്തിരിയേ ഉള്ളൂ. ഇത് നമ്മൾ മരം കയറുകയും തോട്ടി വെച്ച് പറിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് ആണ്. ഇതൊന്നും പാകമായിട്ടില്ല, ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഇനി ഇത് വിളഞ്ഞ് പഴുക്കണം. ഇത് നല്ല മധുരമാണ്. ഇതാണ് വിയറ്റ്നാം ഏർലിയാണ് ഈ ചക്ക. ഇതിൻ്റെ ഇനം. ഇത് ഓൾ സീസൺ ആണ്. നമുക്ക് എപ്പോഴും ഓരോ ചക്ക വീതം കിട്ടും. ഇപ്പം പൂത്ത് കായ്ച്ച് വന്നിട്ടുണ്ട്. ഒരു 3-4-5 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവനെ കഴിക്കാം. നല്ല മധുരമാണ് കേട്ടോ. ഒരുപാട് ചുളകളൊന്നും ഇല്ലെങ്കിലും നല്ല മധുരമാണ്. ഇതും അധികം പൊക്കമൊന്നും വെക്കുന്ന ടൈപ്പ് അല്ല, ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ സൈസ്. ഇത്രയാണെങ്കിലും നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഒരു 3 വർഷത്തോളമായി ഇവിടെ വന്നിട്ട് ഇതിന് നമുക്കൊരു 6-7 ചക്കയെങ്കിലും കിട്ടിക്കാണും. ഇതാണ് നമ്മൾ ഇപ്പം നോറ്റ് കൊണ്ടുവരുന്ന കറിവേപ്പാണ്. ഇതിൽ നിങ്ങൾ പിച്ച് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കറിവേപ്പുള്ളത് ഉണങ്ങിപ്പോയി. ഇപ്പം വീണ്ടും തട്ട് വളർത്തിയതാ. കറിവേപ്പ് നമ്മൾ കൃഷി ചെയ്താൽ 3 വർഷത്തേക്ക് ഇല പിച്ചരുത്. അതിനുശേഷം മാത്രമേ നമ്മൾ ഇല പിച്ച് തുടങ്ങാൻ പാടുള്ളൂ. ഇപ്പം വളർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പൊ 2 വർഷം ആകാൻ പോകുന്നു. ഇതാണ് നമ്മുടെ VNR, നമ്മുടെ പേരയാണ് കേട്ടോ. നമ്മളിങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കിളി വവ്വാലൊക്കെ അടിച്ചുകൊണ്ട് പോകും. നമ്മുടെ കേതപ്പന്റെ ഫേവറേറ്റ് ആണ്. എന്തായാലും ഇപ്രാവശ്യം അധികം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഒരു കിളി അങ്ങ് കൊത്തിക്കൊണ്ടുപോയി. ഇതും കണ്ട് കിളി കൊത്തി വെച്ചിരിക്കുകയാണ്. കിളിക്കും വേണ്ട എന്തെങ്കിലും കഴിക്കാനും. കേതപ്പന്റെ ഫേവറേറ്റ് ആണ്. നമ്മൾ വീണ്ടും മൂടിക്കെട്ടി അങ്ങ് വെക്കാം. വിളഞ്ഞിട്ടില്ല, വിളഞ്ഞിട്ട് വേണം നമുക്കിതിനെയൊക്കെ മുറിച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കേതന്റെ ഏതൻ തോട്ടത്തിലെ കുഞ്ഞതിഥികളുടെ മക്കൾസ് അല്ലെങ്കിൽ കായ്കനികളാണ് ഇതൊക്കെ. കണ്ടോ, ഇവിടെയെല്ലാം നിപ്പുണ്ടേ. ഇത് കോവല് താണ്ട് ഇതെല്ലാം പഴുത്തു പോയി കേട്ടോ. കുറച്ച് ദിവസമായി ഇതിലേക്ക് കടന്ന് വന്നിട്ട് എല്ലാം പഴുത്തു പോയി. പഴുത്തതിനെല്ലാം നമുക്ക് മാറ്റാം. നമുക്ക് പച്ചയെല്ലാം പറിച്ചെടുക്കാം. ഒരുപാട് വിളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മെഴുക്ക് വരട്ടാനോ തോരൻ വെക്കാനോ കൊള്ളില്ല, ഒരു പുളിപ്പ് തോന്നും. എപ്പോഴും ഇത് അതായത് കുരുന്നായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ലത്, മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ നല്ലത്. എനിക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എനിക്ക് കണ്ട് ഇതുപോലെ ചെറുതായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് ഒരു 2 വർഷത്തോളമായ കോവലാണ് കേട്ടോ. അതിൻ്റെതായ ഒരു തണ്ടൊക്കെ മുറ്റിയിട്ട് ഒരു വയസ്സായ കോവൽ എന്നൊക്കെ പറയാം. പക്ഷെ കോവൽ നമ്മൾ വളവും വെള്ളവും ഇട്ട് കൊടുത്താൽ മതി, എത്ര വേണേലും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇതും VNR തന്നെയാണ്, വേറൊരു പേരെയാണ്. ഇത് നമ്മളങ്ങ് പിച്ചുന്നതാണ് നല്ലത്. പഴുത്തിട്ടുണ്ട്, ഞെക്ക് കൊള്ളുന്നുണ്ട്, കാണാനൊരു സ്റ്റൈൽ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഒരു പേരയ്ക്കായി കേട്ടോ. നല്ല ടേസ്റ്റ് ആണിത്. ഇത് മുറിച്ചിട്ട് ഞാൻ പറയാം. ഇതിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടില്ല, വേറൊരെണ്ണത്തിൽ നിന്നേ കഴിച്ചിട്ടില്ല. ഇത് പിങ്ക് ആണോ വൈറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, നോക്കാം.
കണ്ടോ ഫ്രൂട്ട് കണ്ടോ? ഇത് നമ്മുടെ വൈറ്റ് ലോങ്ങനാണേ. ഇതിങ്ങനെ ഫസ്റ്റ് കാ വന്നിട്ടേ ഉള്ളൂ. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് പഴുത്ത് വന്നിട്ട് വേണം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാനായിട്ട്. ഫസ്റ്റ് കായാണിത്. ലോങ്ങൻ തന്നെ പല ഐറ്റം ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നല്ല, പല ഐറ്റം ഉണ്ട്. അതിൽ 2-3 വേരിയന്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ലോങ്ങന്റെ ഒരു ഓൾ സീസൺ ആണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ചിലർക്ക് ഇഷ്ടം. അനിശേട്ടനും കേതപ്പിനൊക്കെ ഇഷ്ടമാണ്. ഇതിങ്ങനെ കുറേ ഉണ്ടാവും. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത് ആപ്പിൾ ചെറിയാണ്, നമ്മുടെ പഴയ ചെറി തന്നെ. അയ്യോ താഴെ കണ്ടേ, ഇത് ഒരെണ്ണേ ഉള്ളു. ഇതിലേക്ക് നിപ്പുണ്ട്. കേതപ്പൻ ഇതൊന്നും തരത്തില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും കേതപ്പൻ ഇതെല്ലാം അകത്താക്കി കഴിയും. ഇത് എപ്പോഴും കാണും ഇതില്. ഇത് ഭയങ്കര പുളിയാ. പുളി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. കേതപ്പനൊക്കെ ഇതൊക്കെ കഴിച്ചോളും. ഇത് അനാറാണേ, അല്ലെങ്കിൽ പോമോഗ്രാനേറ്റ്. ഇതിൽ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇങ്ങനെ പൂ വന്നത് കായായി വരികയാണ്. ഇത് 2-3 ഉണ്ട്. ഒരെണ്ണമെങ്കിലും കായായി വരുമായിരിക്കും. അധിക നാളൊന്നും ആയിട്ടില്ല. നമ്മളൊരു പ്രതീക്ഷയിലാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് കഴിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണല്ലോ കേട്ടോ. ഇത് നമ്മള് അൾസറിന്, കുടലിലെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇത് തോരൻ വെച്ച് കഴിക്കുന്നത്. ചീര എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ ഈ പൂവാണ് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നത്. ഇതിന്റെ വൈറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ ഉണങ്ങിപ്പോയി. പക്ഷെ വലിയ ടേസ്റ്റി ഒന്നുമല്ല സാധനമെങ്കിലും വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇവിടെ നമ്മൾ തോരൻ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ എന്നോട് വന്ന് ചോദിച്ചു എടുത്തോണ്ട് പോവാറുണ്ട്. ഇത് നല്ലൊരു ഔഷധമാണ് എന്ന് തന്നെ പറയാം. ഇന്നത്തെ സൺഡേ വിളവെടുപ്പിൽ നമുക്ക് ഇത്ര ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി, ഇരുട്ടിപ്പോയി, ലേറ്റായി പോയി ഇറങ്ങിയപ്പം. നമുക്ക് തോരനോ മെഴുക്കോട്ടിക്കുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്, ഒരു ചെറി കിട്ടിയിട്ടുണ്ട്, പിന്നെ നമുക്ക് അച്ചാറിനുള്ള നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം കേതപ്പൻ അടിച്ചുകൊണ്ട് പോയി. പിന്നെ നമുക്ക് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്, അതും അച്ചാറിടണം. പിന്നെ ഒരു പഴുത്ത അമ്പഴങ്ങയും കിട്ടിയിട്ടുണ്ട്, ഒരു പേരയ്ക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച. അപ്പം ഇതേപോലെയുള്ള വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ബാക്കി കൂട്ടുകാരെയൊക്കെ നമ്മൾ വീണ്ടും വരും വഴി പരിചയപ്പെടുത്തുന്നതാവും. ഇനി ഞാൻ കുറച്ചധികം കൂട്ടുകാരുടെ ഉണ്ട്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ടാറ്റ, ഓക്കെ, ബൈ ബൈ.